നമസ്കാരം. യുദ്ധത്തിൽ പുലർത്തേണ്ട ചില മാന്യതകളുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ എത്തിച്ചേരുന്ന കരാറുകൾ നടപ്പാക്കുമ്പോൾ പുലർത്തേണ്ട ചില ധാർമ്മിക മൂല്യങ്ങളുണ്ട്. പറഞ്ഞു വരുന്നത് ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ ഒന്നാം ഘട്ടം ഏതാണ്ട് അവസാനിക്കാറാകുന്നു. ബന്ദി കൈമാറ്റം തുടരുന്നു. കഴിഞ്ഞ ദിവസം കൈമാറപ്പെട്ട ബന്ദികൾ ജീവനോടുകൂടിയല്ല കൈമാറപ്പെട്ടത്. 4 മൃത ശരീരങ്ങൾ കൈമാറപ്പെട്ടു. ഒരു മുതിർന്ന പൗരന്റെയും ഒരു 33 വയസ്സുകാരിയുടെയും അവരുടെ 2 മക്കളുടെയും മൃതശരീരങ്ങളാണ് ഹമാസ് അല്ലെങ്കിൽ ഗസയിൽ നിന്നും ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നത് വലിയൊരു വിവാദമായി മാറിയിരിക്കുന്നു. നമുക്കതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക്, നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക്, നിറം പിടിപ്പിച്ച കഥകളിലേക്കല്ല, മറിച്ച് സ്ഥിരീകരിക്കപ്പെട്ട ചില കാര്യങ്ങളിലേക്കും അതിൽ നിന്ന് എത്തിച്ചേരാവുന്ന ചില നിഗമനങ്ങളിലേക്കും നീങ്ങുക. അതാണ് പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രം. ഇസ്രയേലിൽ നിന്നും ആക്രമണ സമയത്ത് ഒക്ടോബർ 7, 2023 പിടിച്ചുകൊണ്ടുപോയ ഒരു സംഗീത നിശ, ആ നിശയിൽ പങ്കെടുക്കാൻ ഒരു ഭർത്താവും ഭാര്യയും 2 മക്കളും അനേകരെ പങ്കെടുത്തു. അതിൽ ഒരു ഫാമിലിയിലെ 4 പേരെ പിടിച്ചുകൊണ്ട് പോകുകയാണ്. ആ ഫാമിലിയിലെ ആളുകൾ ബിബാസ് ഫാമിലി എന്ന് പറയും. ബിബാസ് കുടുംബത്തിലെ തലവൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും. അപ്പൊ എറിയൽ എന്ന ഒരു 4 വയസ്സുകാരൻ, അതുപോലെ മറ്റൊരു കൊച്ചുകുട്ടി, ഒരു 9 മാസം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി, ഈ 2 ആൺകുട്ടികളെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. അപ്പൊ ഈ ആൺകുട്ടികളെയും അപ്പനെയും അമ്മയും കൊണ്ടുപോകുന്നു. അതിൽ മോചന സമയത്ത് ഏതാനും ദിവസം മുമ്പ് മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ 1.25 വർഷത്തിന് ശേഷം വെടിനിർത്തൽ കരാറ് വന്ന് മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ബിബാസ് മോചിപ്പിക്കപ്പെട്ടു, പിതാവ് മോചിപ്പിക്കപ്പെട്ടു. എന്നാൽ അമ്മയും 2 മക്കളും മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതനുസരിച്ച് മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം. അത് വലിയ ഫാൻഫെയറോടുകൂടിയാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അവിടെയാണ് ഒരു ധാർമ്മികതയുടെ അവലോകനം. എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നറിയില്ല. ഹമാസിന്റെ ആളുകൾ, പിന്നെ പ്രവർത്തകർ തോക്കുകളേന്തി മുഖം മുഴുവൻ മറച്ചുകൊണ്ട് വലിയ രീതിയിൽ പരേഡ് നടത്തി. ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചിത്രം, ഒരു രക്തരക്ഷസിനെ ദ്യോതിപ്പിക്കുന്ന രീതിയിൽ ഒരു ഭീകരമായ രൂപം വെച്ചതിന് ശേഷം വലിയ പ്രസംഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വലിയ കാതടപ്പിക്കുന്ന ശബ്ദഘോഷത്തിന്റെ ഒക്കെ അകമ്പടിയോടുകൂടി, അത് റെസ്പെക്ട്ഫുൾ ആയിട്ടാണോ, അതാണോ റെസ്പെക്ട്, അതോ റെസ്പെക്റ്റിന് ഇങ്ങനെ ഒരു രീതി ഉണ്ടോ എന്നത് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയാണ് അത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. കൈമാറ്റം ചെയ്യപ്പെട്ട ആ ലേഡിയുടെ പേരാണ് ഷിറി ബിബാസ്. ഷിറി ബിബാസ് ആണോ കൈമാറ്റം ചെയ്യപ്പെട്ട മൃതദേഹം? അത് ഇസ്രയേൽ സ്ഥിരീകരിച്ച് DNA പരിശോധനയിൽ ഫോറൻസിക് എവിഡൻസോടുകൂടി കണ്ടെത്തിയിരിക്കുന്നു. അത് ഈ പറയുന്ന ഷിറി ബിബാസിന്റെ മൃതദേഹമല്ല. എന്നാൽ കുട്ടികളുടേത് കറക്റ്റാണ്. എറിയൽ എന്ന കുട്ടിയുടെയും മറ്റൊരു 9 വയസ്സുകാരൻ, 9 മാസക്കാരൻ കുട്ടിയുടെയും DNA ടെസ്റ്റ് കറക്റ്റാണ്. ഇസ്രയേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ 250 പേരുടെയും DNA ചിത്രം വ്യക്തമായി ഇസ്രയേലിന്റെ ലബോറട്ടറികളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ബന്ദിയുമായി, പിടിക്കപ്പെട്ട ഒരു ജൂത സ്ത്രീയുമായും ബന്ധമില്ലാത്ത മൃതദേഹമാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ അത് ആരുടെ മൃതദേഹം? അത് ഏതെങ്കിലും സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഏതെങ്കിലും പലസ്തീനിയൻ യുവതിയുടെയാണോ, അതോ മറ്റാരുടെയെങ്കിലും ആണോ? അത് ഏത് നിലയിലാണ്? മൃതദേഹം മുഖം തിരിച്ചറിയാനാവാത്ത രീതിയിൽ ഒരുപക്ഷെ അഴുകിയ രൂപത്തിലാകാം, വികൃതമാക്കപ്പെട്ട രൂപത്തിലാകാം. ഒരുപക്ഷെ വലിയ തോതിൽ സ്ത്രീകൾ മാനഭംഗപ്പെടുത്തപ്പെടുകയോ അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുകയോ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇസ്രയേൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്നതുകൊണ്ട് ഒരു പകരം ഒരു മൃതദേഹം അറേഞ്ച് ചെയ്തതാണോ? ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. അത് സ്ഥിരീകരിക്കാനാവില്ല. എന്താണ് സംഭവിച്ചത് സ്ഥിരീകരിക്കാനാവില്ല. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കുട്ടികൾ അതിക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ കാര്യം. ശാരീരികമായി അവർക്ക് മുറിവുകളും ചതവുകളും ഉള്ള രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ഒരു യുദ്ധ സമയത്ത് അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞുള്ള ബന്ദി കൈമാറ്റ സമയത്ത് സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണ് തടവിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ. അത്
ഇസ്രയേലിന്റെ തടവിലുള്ള ആയിരക്കണക്കിന് പലസ്തീനിയൻ ആളുകൾ അവരും വലിയ രൂപത്തിൽ അവരും ദേഹോപദ്രവം ഏൽപ്പിക്കപ്പെട്ടു. അവരുടെ ദേഹത്തും ഇതുപോലെ മുറിവുകളും ചതവുകളും ഒക്കെ ഉണ്ട്. അവരെ 3rd ഡിഗ്രി മാൻ ഹാൻഡലിങ്ങിന് വിധേയമാക്കപ്പെട്ടു. ഇതെല്ലാം തന്നെ രണ്ട് ഭാഗത്തും ചെയ്തത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. പ്രത്യേകിച്ചും ഈ തടവിലായിരുന്ന സമയത്ത് തുരങ്കങ്ങളൊക്കെ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ, അത് മാത്രമല്ല ഇസ്രയേലിന്റെ ബോംബുകൾ ഇവരുടെ തന്നെ മുകളിൽ വീണു. അപ്പോൾ ഹമാസ് കൊടുക്കുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ ഹമാസ് ഇപ്പോൾ നൽകുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത്, ബോംബാക്രമണത്തിൽ ഈ കുടുംബം വധിക്കപ്പെട്ടു, അല്ലെങ്കിൽ പിതാവ് മാത്രം രക്ഷപ്പെട്ടു, മാതാവും 2 കുട്ടികളും ബെഞ്ചമിൻ നെതന്യാഹു അയച്ച ഫൈറ്റ് പ്ലെയിൻസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതിന്റെ ഉത്തരവാദികൾ ജൂതന്മാർ തന്നെയാണ്. ജൂതന്മാരായ ബന്ദികളെ കൊന്നൊടുക്കി എന്ന രീതിയിലാണ് ആക്രമണം. സത്യം, ഒരു യുദ്ധത്തിൽ ആദ്യ കാഷ്വാലിറ്റി, ആദ്യ ഇര എന്ന് പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്നറിയില്ല. ഒരു കാര്യം മാത്രം വ്യക്തം, ആദ്യ ബാച്ചാണ് മൃതശരീരങ്ങൾ. ഇനി വരാൻ പോകുന്നത് ഏതാണ്ട് 66ഓളം പേരാണ്. അതിൽ പകുതിയോളം പേർ മൃതദേഹങ്ങളായി മാത്രമേ ഇസ്രായേലിൽ എത്തൂ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതികരണങ്ങളുടെ ഘടന അതൊരു പക്ഷെ രൂക്ഷമായിരിക്കാം. 2ാം ഘട്ട വെടിനിർത്തൽ ഘട്ടത്തെ തന്നെ അത് ബാധിച്ചേക്കാം. 3ാം ഘട്ടം ഒഴിവാക്കിക്കൊണ്ട് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കും ഗാസയുടെ മണ്ണിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായി ഒഴിപ്പിക്കുക, എലിമിനേറ്റ് ചെയ്യുക എന്ന ഇസ്രായേൽ ലക്ഷ്യത്തിലേക്കും അടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ തന്നെ ഇതൊക്കെ ഒരു കാരണമാകും. അവർ ബന്ദികളായി കൊണ്ടുപോയ 100ൽ പരം പേർ ഉണ്ട് എന്ന് പറഞ്ഞ 100ൽ പരം പേരിൽ പലരുടെയും മൃതശരീരങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഇത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണം കണ്ടെത്തി വീണ്ടും ഗാസയ്ക്ക് നേരെ തിരിയാൻ ഇസ്രായേൽ ശ്രമിക്കുമോ? അതിന് അമേരിക്കയുടെ സഹായം ഉണ്ടാകുമോ? ഇതെല്ലാമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ച ചിത്രം. ആകെ ഈ 4 ബന്ദികളെ കൈമാറി ഒരു മുതിർന്ന പൗരന്റെ മൃതദേഹം, അത് 84 വയസ്സുള്ള ആളാണ്. ആ മൃതദേഹം കൈമാറി, അതൊരു പക്ഷേ സ്വാഭാവിക കാരണങ്ങളാൽ കൊല്ലപ്പെട്ട ആളാകാം, അല്ലെങ്കിൽ മരിച്ച ആളാകാം, അല്ലെങ്കിൽ മറ്റ് 3 പേരുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇസ്രായേൽ ഉയരുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗ് പറയുന്നത് വലിയ നിരാശയോടുകൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഓരോ ഇസ്രായേലി പൗരന്റെയും ഹൃദയത്തിൽ തറച്ച ആണിയാണിത്, അവ കണ്ണിൽ നിന്ന് രക്തം വാർന്നു വീഴുന്ന രീതിയിലുള്ള ദുഃഖമാണ് എന്ന രീതിയിൽ ഇസ്രായേൽ പ്രതികരിക്കുന്നു. അപ്പൊ ഇത് തീവ്ര വലതുപക്ഷ കക്ഷികൾ ഇനി ഇസ്രായേലി ഭരണകൂടത്തിന് മേൽ ശക്തമായി പിടിമുറുക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യവാന്മാരായി ബന്ദികൾ തിരിച്ചെത്തുമ്പോൾ അവർ ഊഷ്മളമായി സ്വീകരിക്കപ്പെടും. ആ ഒരു പ്രക്രിയക്ക് എൻഡോഴ്സ്മെന്റ് ഉണ്ടാകും. അങ്ങനെ അല്ല, ജീവനില്ലാതെയോ ജീവച്ഛവമായോ ആണ് ബന്ദികൾ ഇസ്രായേലിൽ തിരിച്ചെത്തുന്നതെങ്കിൽ അവരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീണ്ടും യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനും സർവനാശത്തിലേക്ക് എത്തിക്കാനും ഇത് കാരണമാകുമോ? അപ്പൊ ആകാംക്ഷയോടെ ഉദ്വേഗത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്.